പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള, അതായത് 2025 നവംബർ മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല, ഇടവത്തിലും ഗ്രഹങ്ങളില്ല, മിഥുനത്തിലും ഗ്രഹങ്ങളില്ല, കർക്കിടകത്തിൽ വ്യാഴം, കേതു ചിങ്ങത്തിലാണ്, ചന്ദ്രൻ ചിത്രനക്ഷത്രത്തിൽ 2-ാം പാദത്തിൽ കന്നിയിൽ നിൽക്കുന്നു, ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു, വൃശ്ചികത്തിൽ 8-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നു, കുംഭത്തിൽ രാഹുവും ശനി മീനത്തിലുമാണ്. ഇനി ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ വ്യാഴം, കർക്കിടകത്തിൽ 3-ൽ കേതു, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, 5-ൽ ശുക്രൻ, 6-ാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ, 9-ാം ഭാവത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ശനി. പ്രായണ ഒരു നല്ല ഗ്രഹസ്ഥിതി ഇവിടെ ഉണ്ട്. കർമ്മവതിയായ ഗ്രഹം ഉച്ചസ്ഥനായി കർക്കിടകത്തിൽ നിൽക്കുന്നു. ധനാധിപൻ കേന്ദ്രസ്ഥനായി നിൽക്കുന്നു. ആ ചന്ദ്രൻ ഒരു വസുമദ്യോഗ കർത്താവായി ബുധനും വ്യാഴത്തിനും വസുമദ്യോഗം പ്രദാനം ചെയ്യുന്നു. 5-ാം ഭാവത്തിൽ ശുക്രനാണ്. പഠനം, സന്താന വിഷയം, പുതിയ പദ്ധതികൾ ഒക്കെ ചിന്തിക്കുന്നവർക്ക് വളരെ നല്ലൊരു വാരമാണിത്. വിദേശയാത്രയ്ക്ക് പോകുന്നവർക്ക് വളരെ നല്ലതാണ്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക്, ഉംറ, ഹജ്ജ് മുതലായ വിഷയങ്ങളിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. ഇവിടെ കണ്ടക ശനിയുണ്ട് എന്നൊരു പോരായ്മയുണ്ട്. അതിനാൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും. ഇപ്പോൾ ശനി വക്രിയിലാണ്. നവംബർ 28 വരെ ശനിക്ക് വക്രമുണ്ട്. അതുകൊണ്ട് ഈ കണ്ടക ശനിക്ക് കുറേയധികം സപ്പോർട്ട് ഈ ശനി ചെയ്യുന്നതാണെന്ന് അറിയുക. ഇവിടെ പ്രധാനപ്പെട്ടൊരു വിഷയം, മിഥുന രാശിയുടെ അധിപനായ ബുധൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. അവിടെ സൂര്യനും ചൊവ്വയുമൊക്കെ വളരെ ശക്തമാണ്. 6-ൽ നിൽക്കുന്ന ചൊവ്വയും സൂര്യനും ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ, ബലവാനും തൻ്റെ ശത്രുക്കളെയും ജയിക്കും എന്നൊരു ഫലം. പക്ഷെ അവിടെ ആ ബുധൻ പോയി നിൽക്കുമ്പോൾ ബുധൻ്റെ ക്വാളിറ്റിയെ അത് ബാധിക്കുന്നു. പാപൈസ്തേര്യുത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുധൻ ശുഭഗ്രഹമാണ്, പക്ഷേ പാപഹ, അയാൾ പാപിയാണ്. പാപേഹി തൈഹി യുധ, പാപിയോടുകൂടി നിൽക്കുന്ന ബുധൻ പാപിയാണ്. അതിനാൽ പലപ്പോഴും തനിക്ക് ബുദ്ധിയുണ്ട്, കർമ്മമേഖല നല്ലതാണ്, ദാമ്പത്യ ജീവിതം നല്ലതാണ്. പക്ഷെ പലപ്പോഴും തൻ്റെ ഏകാഗ്രത, ശ്രദ്ധക്കുറവ് കൊണ്ട് തനിക്ക് പല വിഷയത്തിനും വലിയ അപാകതകൾ വരും. കാരണം ബുധൻ ഹോരാശാസ്ത്രത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് നിങ്ങളുടെ അനാഹത ചക്രമാണ്, ഹാർട്ട് ചക്രമാണ്, ഇമോഷണൽ ചക്രമാകുന്നു. പലപ്പോഴും എല്ലാ സൗഭാഗ്യങ്ങളും വന്നാലും തനിക്ക് പലപ്പോഴും തന്നെ പൗരുഷം അത് ഉണ്ടെങ്കിലും മാനസികമായിട്ട് പലപ്പോഴും അസ്വസ്ഥതകൾ വരും. മെൻ്റലി വളരെയധികം ഡിപ്രസ്ഡ് ആവുന്നൊരു വാരമാണ്. വളരെ ശ്രദ്ധിക്കണം. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വരുമ്പോൾ അത് തൻ്റെ കർമ്മമേഖലക്കും തൻ്റെ ദാമ്പത്യത്തിനും മറ്റ് ബൗദ്ധികമായ തലത്തിലും അതിനെ വളരെയധികം ദോഷമായി ബാധിക്കുന്ന വാരമാണ്. നിർബന്ധമായും ഈ വാരത്തിൽ നരസിംഹക്ഷേത്രത്തിൽ പോയി പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന പരിഹാരം ചെയ്യണം. പാനകം നിർബന്ധമായും ചെയ്യുക. നരസിംഹസ്വാമിക്ക് ഏറ്റവും നല്ല വഴിപാടാണ്. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഗുണം തരും. ആർക്ക്? മിഥുനം രാശിക്കാർക്കെന്ന് അറിയുക. നന്ദി, നമസ്തേ.